നിങ്ങളുടെ ചാനലിൽ പെട്ടെന്ന് ഗ്രോത്ത് കിട്ടും. നിങ്ങൾക്ക് നിങ്ങളുടെ വാച്ച് അവർ ഡബിൾ ആക്കാൻ പറ്റും. നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളൊരു പുതിയ യൂട്യൂബർ ആണെങ്കിൽ നിങ്ങളൊരു പുതിയ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് അതിൽ വീഡിയോസ് ഇടാൻ കാത്തിരിക്കുന്നവരാണ്. അതുപോലെ നിങ്ങൾ കൺഫ്യൂസ് ആയിരിക്കുകയാണ്. അതായത് എത്ര വലിയ വീഡിയോസ് ഇട്ട് തുടങ്ങണം? 2 മിനിറ്റുള്ള വീഡിയോ ഇടണോ, 3 മിനിറ്റുള്ള വീഡിയോ ഇടണോ, അതോ 10 മിനിറ്റുള്ള വീഡിയോ ഇടണോ, അതോ നേരെ അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറുള്ള വീഡിയോസ് ഇട്ട് തുടങ്ങണോ? ഇതിൽ ഏത് ലെങ്തിലുള്ള വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിൽ പെട്ടെന്ന് ഗ്രോത്ത് കിട്ടും, അതുപോലെ നിങ്ങളുടെ വീഡിയോയ്ക്ക് കൂടുതൽ വ്യൂസ് കിട്ടും? അതായത് എത്ര വലിയ വീഡിയോസ് ഇടണം, അതുപോലെ എന്തുകൊണ്ട് ഇടണം, ഈ കാര്യങ്ങളെല്ലാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നതാണ്. അതുപോലെ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ നിങ്ങളുടെ വാച്ച് അവർ ഡബിൾ ആക്കാനുള്ള ഒരു സ്പെഷ്യൽ ടിപ്പ് ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളൊരു പുതിയ യൂട്യൂബർ ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് ലാസ്റ്റ് വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ ഏറ്റവും ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യൂട്യൂബിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട്, അത് ആദ്യം അങ്ങ് ക്ലിയർ ആക്കുക. അതായത് ചില ആളുകൾ വിചാരിച്ചിരിക്കുന്നത് വലിയ വലിയ ലോങ് വീഡിയോസ്, അതായത് 20 മിനിറ്റ് 25 മിനിറ്റ് ഒക്കെ ഉള്ള ലോങ് വീഡിയോസ് ഇട്ടാൽ നിങ്ങളുടെ ചാനൽ പെട്ടെന്ന് ഗ്രോ ആകത്തുള്ളൂ, അങ്ങനെയുള്ള വീഡിയോസിന് കൂടുതൽ വ്യൂസ് കിട്ടത്തുള്ളൂ, അതേ വൈറൽ ആകത്തുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് ഒരു രീതി നോക്കിയാൽ ശരിയാണ്, അതിന് ചില കാരണങ്ങളുണ്ട്, അത് നമുക്ക് പിന്നീട് നോക്കാം. പക്ഷേ ഇതിൽ ഒരു ഗ്യാരണ്ടിയും ഇല്ല. അതുപോലെ മറ്റു ചിലർ വിചാരിച്ചിരിക്കുന്നത് ചെറിയ ചെറിയ ലോങ് വീഡിയോസ്, അതായത് 2 മിനിറ്റുള്ള 3 മിനിറ്റുള്ള ലോങ് വീഡിയോസ് ഇട്ടാൽ അത് പെട്ടെന്ന് വൈറലാകും, അപ്പോഴേ നമ്മുടെ ചാനൽ ഗ്രോ ആകത്തുള്ളൂ, ഇങ്ങനെ വിചാരിച്ചിരിക്കുന്ന ചില ആളുകളുമുണ്ട്. ഇവിടെയും ഒരു ഗ്യാരണ്ടിയും ഇല്ല. ചെറിയ ലോങ് വീഡിയോസ് നമുക്ക് വൈറലാക്കാൻ പറ്റും, അതുപോലെ വലിയ ലോങ് വീഡിയോസ് നമുക്ക് വൈറലാക്കാൻ പറ്റും. നിങ്ങൾ തന്നെ യൂട്യൂബിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, 5-6 മണിക്കൂറൊക്കെ ഉള്ള പോഡ്കാസ്റ്റ് വീഡിയോസിന് ഒരുപാട് വ്യൂസ് കയറി വരാറുണ്ട്, അത് വൈറലാകാറുമുണ്ട്. അതുപോലെ നിങ്ങൾ ചെറിയ ചെറിയ ലോങ് വീഡിയോസ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, 2 മിനിറ്റ് 2.5 മിനിറ്റ് ഒക്കെ ഉള്ള ലോങ് വീഡിയോസും ഒരുപാട് വ്യൂസ് കയറി വന്ന് അതും വൈറലാകാറുമുണ്ട്. കാരണം യൂട്യൂബ് ഇവിടെ ഒരിക്കലും നിങ്ങളുടെ വീഡിയോയുടെ ലെങ്ത് നോക്കാറില്ല. അതായത് നിങ്ങളുടെ വീഡിയോയുടെ ലെങ്ത് 2 മിനിറ്റ് ആണോ, 5 മിനിറ്റ് ആണോ, 10 മിനിറ്റ് ആണോ, അതോ 1 മണിക്കൂറാണോ എന്നുള്ളത് യൂട്യൂബ് ഒരിക്കലും നോക്കാറില്ല. അത് നോക്കിയിട്ടല്ല യൂട്യൂബ് നിങ്ങളുടെ വീഡിയോയ്ക്ക് കൂടുതൽ റീച്ച് തരുന്നത്, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നത് ഈ വീഡിയോയുടെ ലെങ്ത് നോക്കിയിട്ടല്ല. യൂട്യൂബ് ഇവിടെ നോക്കുന്നത് നിങ്ങളുടെ വീഡിയോയുടെ ഡിമാൻഡ് എത്രയാണെന്നുള്ളതാണ്. ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CTR, അതായത് നിങ്ങളുടെ വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം എത്ര പേരുടെ അടുത്ത് യൂട്യൂബ് ഇത് എത്തിക്കുന്നു, അതിൽ എത്ര പേര് നിങ്ങളുടെ വീഡിയോയുടെ തംബ്നെയിൽ കണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഈ CTR ആണ് യൂട്യൂബ് നോക്കുന്നത്, ആദ്യം നോക്കുന്നത്. ഈ CTR എത്രമാത്രം കൂടുന്നോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഈ വീഡിയോയുടെ ഇംപ്രഷൻസ് കൂടുതൽ ആളുകളിലേക്ക് യൂട്യൂബ് അയക്കുന്നത്. അടുത്തത് യൂട്യൂബ് നോക്കുന്നത് നമ്മുടെ ഈ വീഡിയോ എത്ര പേര് കാണുന്നോ അവർ എത്ര നേരം നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടേയിരിക്കുന്നു, അതായത് ഓഡിയൻസ് റിട്ടൻഷൻ അല്ലെങ്കിൽ ആവറേജ് വ്യൂ ഡയറക്ഷൻ. ഇതിപ്പോൾ ഏത് സോഷ്യൽ മീഡിയ ആയാലും, അത് യൂട്യൂബ് ആയാലും ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റഗ്രാം ആയാലും, ഇവിടെ എല്ലാം ഇവർ നോക്കുന്നത് നമ്മുടെ ഒരു വീഡിയോയിൽ ഒരു ഓഡിയൻസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവരെ മാക്സിമം സമയം നമ്മുടെ ആ വീഡിയോ കണ്ടുകൊണ്ടേയിരിക്കണം. അങ്ങനെയുള്ള വീഡിയോസിനെ മാത്രമേ അവർ കൂടുതൽ ആളുകളിലേക്ക് അയക്കത്തുള്ളൂ, അത്തരത്തിലുള്ള വീഡിയോസ് മാത്രമേ വൈറൽ ആകത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ ആയിട്ട് നിങ്ങളുടെ 3 മിനിറ്റുള്ള വീഡിയോ ഒരു ആവറേജ് ആളുകൾ 10 സെക്കൻഡ് കണ്ടിട്ട് സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ യൂട്യൂബിന് മനസ്സിലാവും ഈ വീഡിയോയിൽ പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല, ഈ വീഡിയോ യൂട്യൂബ് കൂടുതൽ ആളുകളിലേക്ക് അയക്കത്തില്ല. മറിച്ച് ഈ 1 മണിക്കൂറുള്ള വീഡിയോ ആളുകൾ ഒരു 10 മിനിറ്റ് കാണുകയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് അവിടെ ആളുകളെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആവറേജ് വീഡിയോ ദർശനം നന്നായി കിട്ടുന്നുണ്ട്. യൂട്യൂബിന് മനസ്സിലാവും ഈ വീഡിയോയിൽ കാര്യമായിട്ട് എന്തോ ഉണ്ട്, യൂട്യൂബ് ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് അയക്കുകയും ചെയ്യും, ഈ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കൂടുതൽ വ്യൂസ് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ 3 മിനിറ്റുള്ള വീഡിയോയും ഈ 2 മിനിറ്റെങ്കിലും ആളുകൾ കാണുന്നുണ്ടെങ്കിൽ അവിടെയും ഓഡിയൻസ് റിട്ടൻഷൻ വളരെ കൂടുതലാണ് കിട്ടുന്നത്. ആ 3 മിനിറ്റുള്ള വീഡിയോയും വൈറൽ ആവുകയും ചെയ്യും. അതായത് യൂട്യൂബ് ഇവിടെ നോക്കുന്നത് നിങ്ങളുടെ വീഡിയോയുടെ CTRഉം ഓഡിയൻസ് റിട്ടൻഷനും മാത്രമാണ്. അത് എത്ര വലിയ വീഡിയോ ആണോ ചെറിയ വീഡിയോ ആണോ എന്നുള്ളത് യൂട്യൂബിന് അറിയേണ്ട യാതൊരു ആവശ്യമില്ല. CTRഉം ഓഡിയൻസ് റിട്ടൻഷനും വളരെ നന്നായി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ 100% ഉറപ്പ് വൈറലായിരിക്കും. ഇനി നിങ്ങളൊരു പുതിയ യൂട്യൂബർ ആണെങ്കിൽ, നിങ്ങളൊരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് അതിൽ വീഡിയോസ് ഇടാൻ തുടങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു ഐഡിയൽ വീഡിയോ ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 6 മിനിറ്റ് തൊട്ട് 8 മിനിറ്റുള്ള വീഡിയോസ് ആണെങ്കിൽ നിങ്ങളുടെ ഒരു പുതിയ ചാനലിന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ലെങ്ത് ആണ് കേട്ടോ. ഇത് ഞാൻ പറയാൻ കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറുള്ള വീഡിയോസും ഇടാവുന്നതാണ്. പക്ഷേ ഇത് എൻ്റെ മാത്രം അഭിപ്രായമല്ല, പല യൂട്യൂബേഴ്സും ഫേസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണിത്. അതായത് ഒരു പുതിയ ചാനൽ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ വീഡിയോസ് യൂട്യൂബ് അൽഗോരിതത്തിലേക്ക് എൻട്രി വെച്ച് കഴിഞ്ഞ് പിന്നെ വീണ്ടും നിങ്ങളുടെ വീഡിയോസ് യൂട്യൂബ് അൽഗോരിതത്തിലേക്ക് വീണ് കഴിഞ്ഞാൽ അൽഗോരിതത്തിന് മനസ്സിലാവും ഈ ഒരു ചാനൽ സീരിയസ് ആണ്, കൺസിസ്റ്റൻ്റ്ലി വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ചാനലിനെയും നിങ്ങളുടെ വീഡിയോസിനെയും അൽഗോരിതം കൂടുതൽ ആളുകളിലേക്ക് പുഷ് ചെയ്യും. ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ നിങ്ങൾ ഈ 6 മിനിറ്റ് തൊട്ട് 8 മിനിറ്റുള്ള വീഡിയോസ് തന്നെ ക്രിയേറ്റ് ചെയ്യണം. കാരണം ഇത് ഒരുപാട് ചെറിയ വീഡിയോയുമല്ല, ഒരുപാട് വലിയ വീഡിയോയുമല്ല. അപ്പോൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വീഡിയോ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരുപാട് സമയം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നല്ല ക്വാളിറ്റി ഷൂട്ടിംഗ് ചെയ്ത്, നല്ല ക്വാളിറ്റി എഡിറ്റിംഗ് ചെയ്ത്, നല്ല അട്രാക്റ്റീവ്
അട്രാക്റ്റീവായ തംബ്നെയിലും ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരുപാട് സമയം കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കൂടുതൽ വീഡിയോസ് യൂട്യൂബിലേക്ക് നിങ്ങൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് അൽഗോരിതം നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസിന് കൂടുതൽ പുഷ് തരും. അങ്ങനെ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു 3-4 ലോങ് വീഡിയോസ് എങ്കിലും യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ തുടക്കത്തിലെ ഒരു അരമണിക്കൂറുള്ള വീഡിയോ ആണ് പോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് ചിലപ്പോൾ വളരെ നല്ല വീഡിയോ ആയിരിക്കാം, നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, അതിന് ഒരുപാട് വ്യൂസും കിട്ടിയിട്ടുണ്ടാവാം. പക്ഷേ ആ വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ ഒരു വീഡിയോ നല്ല ക്വാളിറ്റിയിൽ യൂട്യൂബിൽ വീണ്ടും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായ സമയം കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ 1-2 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളുടെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് അത് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾക്ക് നല്ല ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നിങ്ങളുടെ വീഡിയോസ് എല്ലാം ലെങ്തി വീഡിയോസ് ആണ്. അപ്പോൾ ഈ യൂട്യൂബ് അൽഗോരിതം നിങ്ങളുടെ ചാനലിൽ പെട്ടെന്ന് ഒരു പുഷ് തരത്തില്ല, നിങ്ങളുടെ ചാനൽ അവിടെ സ്ലോ ആയി പോകും. അപ്പോൾ നിങ്ങളൊരു പുതിയ യൂട്യൂബർ ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു ഐഡിയൽ വീഡിയോ ലെങ്ത് എന്ന് പറയുന്നത് 6 മിനിറ്റ് തൊട്ട് 8 മിനിറ്റ് ഉള്ള വീഡിയോസാണ്. ഈ രീതിയിൽ വീഡിയോസ് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് പെട്ടെന്ന് ഇടാൻ പറ്റും. അപ്പോൾ യൂട്യൂബ് അൽഗോരിതം നിങ്ങളുടെ ചാനലിൽ പെട്ടെന്ന് പുഷും തരും, നിങ്ങളുടെ ചാനൽ പെട്ടെന്ന് ഗ്രോ ആവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വളരെ സ്പീഡിൽ തന്നെ നിങ്ങളുടെ വ്യൂസും സബ്സ്ക്രൈബേഴ്സും വാച്ചവേഴ്സും കൂട്ടി നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ നിങ്ങളൊരു 6 മിനിറ്റ് തൊട്ട് 8 മിനിറ്റ് ഉള്ള വീഡിയോസ് തന്നെ പോസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ 6 മിനിറ്റ് തൊട്ട് 8 മിനിറ്റ് ഉള്ള വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ 20 സെക്കൻഡ് വരെ നല്ല ഹുക്ക് കൊടുക്കണം, നല്ല ഒരു ഇൻട്രൊഡക്ഷൻ ആയിരിക്കണം അത്. അതായത് നിങ്ങളൊരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് പറയാം, അതല്ലെങ്കിൽ ഒരു ഷോക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ് പറയാം. അത് കണ്ടു കഴിയുമ്പോൾ ആളുകൾക്ക് വീണ്ടും നിങ്ങളുടെ വീഡിയോ മുന്നോട്ട് കാണാൻ തോന്നണം. അത് കഴിഞ്ഞിട്ടുള്ള ഈ 20 സെക്കൻഡ് കഴിഞ്ഞിട്ടുള്ള ഒരു 45 സെക്കൻഡ് വരെ അല്ലെങ്കിൽ 1 മിനിറ്റ് വരെ നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അതും കാണുമ്പോൾ വീണ്ടും ആളുകൾക്ക് വീണ്ടും മുന്നോട്ട് കാണാനുള്ള ഒരു തോന്നലുണ്ടാകണം. അത് കഴിഞ്ഞിട്ട് എന്തിനെക്കുറിച്ചാണോ നിങ്ങൾ പറയുന്നത് അതിനെ നിങ്ങൾ വളരെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക. അതിൻ്റെ ഇടയ്ക്കൊക്കെ എവിടെയൊക്കെ നിങ്ങൾക്ക് സമയം കിട്ടുന്നോ ആ സമയത്തൊക്കെ നിങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ പറയുക. കാരണം പല ആളുകളും ഉണ്ട് നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് മുന്നോട്ട് കാണുകയായിരിക്കാം, പക്ഷേ അതുകൊണ്ട് ചിലപ്പോൾ അവർ ഈ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോയെന്ന് വരാം. അപ്പം നിങ്ങൾ തന്നെ കോൾ ടു ആക്ഷൻ കൊടുക്കണം. നിങ്ങളായിട്ട് നിങ്ങളുടെ വാഗോട്ട് പറയണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണമെന്നും അതുപോലെ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും. ഇനി നിങ്ങളുടെ വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റിൽ നിങ്ങൾ നല്ല ഒരു ഔട്ട്രോ കൊടുക്കുക. കൂടുതൽ ആളുകൾ ഈ ലാസ്റ്റിലും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുമാണ് പറയുന്നത്. അതിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഓഡിയൻസിനോട് തന്നെ ചോദിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇനി ഏത് രീതിയിലുള്ള വീഡിയോ കാണാനാണ് താല്പര്യം. അത് നിങ്ങൾക്ക് കമൻസിലൂടെ കമൻറ്റ് ചെയ്യാൻ പറയാവുന്നതാണ്. അപ്പോൾ കമൻറ്റിൽ നിങ്ങൾക്ക് റിപ്ലൈ കൊടുക്കാം, അവിടെ നിങ്ങൾക്ക് എൻഗേജ്മെൻറ്റ് കൂടും. അതുപോലെ തന്നെ അവർ ആരെങ്കിലും എന്തെങ്കിലും സജസ്റ്റ് ചെയ്യുവാണെങ്കിൽ ആ രീതിയിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ഈ രീതിയിൽ വേണം നിങ്ങൾ നിങ്ങളുടെ വീഡിയോസ് ചെയ്തെടുക്കാൻ. ഇനി ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു വാച്ച് അവർ കൂട്ടാൻ, വാച്ച് അവർ ഡബിൾ ആക്കാനുള്ള ഒരു സ്പെഷ്യൽ ടിപ്പ് നിങ്ങളോട് പറയാവുന്നത്. അതായത് നിങ്ങളൊരു പുതിയ യൂട്യൂബർ ആണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് സീരീസ് ആയിട്ട് ചെയ്യാവുന്നതാണ്. അതായത് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ഇതേ രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോസ് ചെയ്യാവുന്നതാണ്. ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ നിങ്ങളുടെ ബാക്കി വീഡിയോസും കാണും, അതിനുവേണ്ടി കാത്തിരിക്കുകയും ചെയ്യും. ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ മോണിറ്റൈസേഷൻ്റെ വീഡിയോസ് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടുള്ളവർ അതിൻ്റെ ബാക്കി പാർട്ടുകളും കണ്ടിട്ടുമുണ്ട്. ഒരേപോലെ അതിനെല്ലാത്തിനും വ്യൂസും കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങളും ഇതേപോലെ സീരീസ് ആയിട്ട് വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ വീഡിയോ കാണുന്നവരെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കി എല്ലാ വീഡിയോസും കാണും. നിങ്ങൾക്ക് അവിടെ വാച്ച് അവർ പെട്ടെന്ന് കൂട്ടി കിട്ടും. അതുപോലെ ഈ എല്ലാ വീഡിയോസും കണ്ട് നിങ്ങളുടെ ചാനലിലുള്ള വീഡിയോസിനെ ഇഷ്ടപ്പെടുന്നവർ ഈ സീരീസിൽ ഇല്ലാത്ത വീഡിയോസും നിങ്ങളുടെ ചാനലിൽ കയറി കാണും. അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിലും നിങ്ങളുടെ വാച്ച് അവർ അവിടെ കൂട്ടിക്കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ സീരീസ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാച്ച് അവർ ഡബിൾ ആക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത് നിങ്ങളൊരു പുതിയ യൂട്യൂബർ ആണെങ്കിൽ വീഡിയോ ലെങ്തിൽ ഇനി കൺഫ്യൂസ് ആകരുത്. വീഡിയോ ലെങ്ത് ഒരു 6 മിനിറ്റ് തൊട്ട് 8 മിനിറ്റുള്ള വീഡിയോസ് ചെയ്യുക. അതുപോലെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ചാനൽ ഗ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ഗുഡ് ബൈ.